മറ്റുള്ള സൈനികരെ അപേക്ഷിച്ച് വന്യമൃഗശല്യം കൂടുതലുള്ളത്. കാട്ടാനകൾ നിരന്തരം ജനവാസ മേഖലയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാലും അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പം ജസ്റ്റ് കാണുമ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇങ്ങനെ ഒന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെ എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. രാവിലെ ഉച്ചയ്ക്ക് പോയി തിരിച്ചു വന്ന ശേഷം നമുക്ക് ഭക്ഷണം കഴിഞ്ഞ ശേഷം ഒരു 3 മണിയോടുകൂടി നമ്മൾ തിരിച്ചു എത്തുള്ളൂ. അത്യാവശ്യം സ്നാക്സും ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വർഷമായി ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഈ കണ്ണൂർ ഒരു പ്രോഗ്രാം നടത്തണം എന്നുള്ളത്. കാരണം വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നിലവിലുണ്ടായിരുന്ന ഈ ഒരു കുളത്തിനകത്ത് ധാരാളം പായലും ഇലകളും ഒക്കെ കിടക്കുന്ന ഈ ഒരു ചെളിയും ഒക്കെ നമ്മൾ കൊട്ടയ്ക്ക് കോരി മാക്സിമം നമ്മൾ കുളത്തിൻ്റെ സൈഡിലേക്ക് ഇടുകയും കൂടുതൽ വെള്ളം സംഭരിച്ചു വെക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അതൊരു ഉപകരിക്കുകയും ചെയ്തു. അപ്പോൾ ആറളം വന്യജീവി സങ്കേത കേന്ദ്രം കാണാൻ നമ്മൾ എങ്ങനെയാണ് ഈ ജീപ്പ് സർവീസ് ഉപയോഗപ്പെടുത്തേണ്ടത്? ജീപ്പ് സർവീസ് എന്ന് പറയുന്നത് ഇവിടെ ടാക്സി വണ്ടികളാണ്, ഫോറസ്റ്റിൻ്റെ അല്ല, ഓരോ വ്യക്തികളുടെ വണ്ടികളാണ്. അപ്പോൾ ഇവിടെ നിന്നും വണ്ടി ഹയർ ചെയ്തിട്ട് ആളുകൾ കൂട്ടിക്കൊണ്ട് പോകണം. ചെക്ക് ഡാമല്ല, നമുക്കത് ഈ കുളമാണ് വൃത്തിയാക്കാനുള്ളത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കണ്ണൂർ ജില്ലയിലാണ് ഈ വന്യജീവി സങ്കേതം ഉള്ളത്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഈ സ്ഥലം 5500 ഏക്കറിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണിവിടം. നമ്മൾ ഇന്ന് ഗ്രാഫ് ഒരു സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ഗ്രാഫിൻ്റെ സന്നദ്ധ പ്രവർത്തകർ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ വളരെയധികം വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നിലവിലുണ്ടായിരുന്ന ഈ ഒരു കുളത്തിനകത്ത് ധാരാളം പായലും ഇലകളും ഒക്കെ കിടക്കുന്ന ഈ ഒരു ചെളിയും ഒക്കെ നമ്മൾ കൊട്ടയ്ക്ക് കോരി മാക്സിമം നമ്മൾ കുളത്തിൻ്റെ സൈഡിലേക്ക് ഇടുകയും കൂടുതൽ വെള്ളം സംഭരിച്ചു വെക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് അതൊരു ഉപകരിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും വന്യമൃഗങ്ങൾ ഇവിടുന്ന് തൊട്ടപ്പുറത്തോട്ട് മൊത്തം സെറ്റിൽമെൻറ്റുകളാണ്, മനുഷ്യവാസം ഉള്ള ഭൂപ്രദേശങ്ങളാണ്. മാത്രമല്ല ധാരാളം കൃഷിസ്ഥലവും. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വെള്ളത്തിൽ പായലുകളും ഇലയും കൂടിക്കിടക്കുന്ന സമയത്ത് ഈ വെള്ളത്തിനകത്ത് ഓക്സിജൻ്റെ അളവ് കുറയും. ഓക്സിജൻ്റെ അളവ് കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വന്യമൃഗങ്ങൾ ഈ നല്ല കുടിവെള്ളം തേടിയിട്ട് കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള കുളങ്ങൾ സന്നദ്ധ സേവനത്തിലൂടെ ഗ്രാഫ് കേരളം മുഴുവൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഗ്രാഫ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഏകദേശം 2000-ഓളം ആൾക്കാരാണ് ഈ ഗ്രാഫിനകത്തുള്ളത്. ഈ 2000-ഓളം ആൾക്കാരും ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. താങ്ക് യു. അട്ടയുണ്ടാവും സാധനം. മഴ പെയ്തുകൊണ്ട് ഇന്നലെ മഴ പെയ്തുകൊണ്ട് അട്ടയുണ്ടോ? അട്ടയുള്ള കുളം. അടിപൊളി. അട്ടയെ കൊണ്ടൊരു കളിയാ. പച്ച പുതച്ച വന ഗാംഭീര്യവുമായി കുളിരൂർന്ന കാഴ്ചയുമായി നമ്മുടെ ആറളം വന്യജീവി സങ്കേതം. വൈവിധ്യമാർന്ന സസ്യങ്ങൾ, ഒട്ടനവധി പക്ഷികളും പല ജാതി മൃഗങ്ങളും അധിവസിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ കണ്ണൂരിലെ ആറളം വന്യജീവി സങ്കേതം. ഈ വനത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ആൽബട്രോസ് ശലഭങ്ങൾ. ചാനലൊന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുതേ. അതായത് എല്ലാ ക്യാമ്പിലും പറഞ്ഞു തരുന്ന കാര്യമാണ്. ഒരേ കാര്യം തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ ഇക്കോസിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ക്ലൈംബർ ഉണ്ടോ, ആ ക്ലൈംബർ ഏകദേശം ഇത്രയും വലിപ്പം വരണമെങ്കിൽ
ഇതിന്റെ ഒരറ്റം ഏകദേശം 1 കിലോമീറ്ററിലധികം നീളം ഉണ്ടാവും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടാവും. ഈ മരത്തിൽ ചുറ്റി അടുത്ത ഈ മരത്തിൽ ചുറ്റി അടുത്ത ഈ മരത്തിൽ ചുറ്റി അങ്ങനെ കണ്ടിന്യൂസ് പോകും. ഇതിപ്പോ നമുക്ക് ഇവിടെ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. ഇവിടെ കുറച്ച് ഏരിയയിൽ മരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത്. നോർമലി ഉള്ള നല്ലൊരു എവർഗ്രീൻ ഫോറസ്റ്റിനകത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുകളിൽ കയറിയിട്ട് അങ്ങനെ ചുറ്റി കിലോമീറ്റർ കണക്കിന് പോകും. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരിക്കൽ പോലും ഭൂമിയിൽ നിലത്തിറങ്ങി വരാതെ മരത്തിന്റെ മുകളിൽ മാത്രം ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട്. നമ്മളെല്ലാവരും കാട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ വലിയ മൃഗങ്ങളെ മാത്രമാണ് നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്നത് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. കാരണം ഇതിന്റെ മുകളിലാണ് ശരിക്കും കാടിന്റെ ഏറ്റവും വലിയൊരു ഇക്കോസിസ്റ്റം ഉള്ളത്. ഒരുപാട് ജീവജാലങ്ങൾ നമ്മൾ കാണാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ജീവജാലങ്ങൾ ഇതിന്റെ മുകളിലുണ്ട്. അതേപോലെ വലിയ മരങ്ങളുടെ മുകളിലൊക്കെ 50 ലിറ്ററിലധികമൊക്കെ വെള്ളം കൊള്ളുന്ന ടാങ്കുകളുണ്ട്. ആ വെള്ളത്തിനകത്തൊക്കെ ഒരുപാട് ജീവജാലങ്ങൾ, ചെറിയ പ്രാണികളൊക്കെ മുട്ടയിട്ടിട്ടും കാണാൻ ഭയങ്കര രസമുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നെസ്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ഇൻസെക്റ്റുകളും പലതരത്തിലുള്ള ജീവികളും ഇതിനകത്തുണ്ടാവും. ഇവിടെ വേറൊരു ഇക്കോസിസ്റ്റം കൂടി ഉണ്ട്. ഈ മരത്തിൽ കണ്ടോ ഒരു ഫൈക്കസ് പിടിച്ചിട്ടുണ്ട് അല്ലേ? ഫൈക്കസിന്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ വെസ്റ്റേൺ ഗട്ട്സിലുണ്ട്. അതിൽ ആക്ച്വലി സൈലന്റ് വാലിയിലാണെങ്കിൽ ഏകദേശം 12 തരം ഫൈക്കസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. നമുക്ക് അറിയാവുന്ന ഫൈക്കസ് എന്ന് പറഞ്ഞാൽ ആല്, അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4 മരമാണ് നമുക്ക് കോമൺ ആയിട്ടുള്ളത്. അതിൽ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇത് ഒരു ഫൈക്കസ് പിടിച്ചാണ്. ഇതിന് ചുറ്റി വരിഞ്ഞിട്ട് ഈ മരം ഒരിക്കലും എന്താ പറയുക തന്നെ വീഴില്ല. ആ മരം കണ്ടോ, അതിൽ ചുറ്റി വരിഞ്ഞിരിക്കുന്നുണ്ടോ, അതൊരിക്കലും മറിഞ്ഞു വീഴില്ല. മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ പരിസരത്തുള്ള കുറെ മരങ്ങൾ വീഴും അല്ലേ? അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റാണ് അത്. ഇനി ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് ചെറിയ പീസുകളായിട്ട് മാത്രമേ താഴെ വീഴുള്ളൂ. അപ്പൊ അതിനകത്ത് ഒരുപാട് ജീവജാലങ്ങളുടെ ഒരു വലിയൊരു ഇക്കോസിസ്റ്റം അതിനകത്ത് ഉണ്ടാവും. അതും വളരെയധികം പ്രധാനപ്പെട്ടാണ്. അതിനകത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിന്റെ ചോട്ടിൽ നിർത്തി ക്ലാസ് എടുക്കുകയാണെങ്കിൽ 1 മാസത്തിൽ കൂടുതൽ ക്ലാസ് എടുക്കാനുള്ള അത്രയും കാര്യങ്ങളുണ്ടാവും. അത്ര അധികം ബയോഡൈവേഴ്സിറ്റി ഉള്ളൊരു പ്രദേശമാണ് ഇങ്ങനെ കാണുന്നത്. ക്ലീനിങ് അല്ല, ബട്ടർഫ്ലൈസ് ഉണ്ടോ, വളരെ ഹൈറ്റുള്ള ഇതിൽ മുകളിലേക്ക് പോകുന്ന ബട്ടർഫ്ലൈസ് ഉണ്ട്. വളരെ ചെറിയൊരു ശതമാനം ബട്ടർഫ്ലൈസ് മാത്രമാണ് മുകളിൽ പോയി പോളിനേഷൻ നടത്തുന്നത്. അപ്പൊ ഓക്കെ, നമുക്ക് ഇറങ്ങാം. കണ്ണൂരിന്റെ ഹൃദയമായ ആറളം വന്യജീവി സങ്കേതം നിങ്ങൾക്കും പോയി കാണാം. ഇവിടെ ഡോർമെന്ററി ഉണ്ട്. അവിടെ 35-40 പേർക്ക് താമസിക്കാം. ഇവിടെ ജീപ്പ് സർവീസ് ഉണ്ട്. നമുക്ക് അതിനെ പറ്റിയൊക്കെ ചോദിക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ഒന്ന് ലൈക്ക് എടുക്കുക. മാത്രമല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ അമർത്തിയാൽ കാടും കടലും കാട്ടാറുമായി ബന്ധപ്പെട്ട പലതരം വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. കണ്ണിന് കുളിരേകുന്ന വൻ മരങ്ങളും വെള്ളച്ചാട്ടങ്ങളും അതിനേക്കാൾ ഉപരി വന്യമൃഗങ്ങളും പക്ഷികളും ചിത്രശലഭങ്ങളും അടങ്ങിയ ഈ വന മേഖലയിലേക്കുള്ള യാത്രാ പാക്കേജ് ചോദിച്ചു മനസ്സിലാക്കാം. അപ്പോൾ ആറളം വന്യജീവി സങ്കേത കേന്ദ്രം കാണാൻ നമ്മൾ എങ്ങനെയാണ് ഈ ജീപ്പ് സർവീസ് ഉപയോഗപ്പെടുത്തേണ്ടത്? ജീപ്പ് സർവീസ് എന്ന് പറയുന്നത് ഇവിടെ ടാക്സി വണ്ടികളാണ്. ഫോറസ്റ്റിൻ്റെ അല്ല, ഓരോ വ്യക്തികളുടെ വണ്ടികളാണ്. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി ഹയർ ചെയ്തിട്ട് ആളുകൾ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഒരാളാണെങ്കിൽ 2 ആളാണെങ്കിലും ഇവിടെ നിന്നൊരു വണ്ടി കൂട്ടിക്കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ, അത് 8 കിലോമീറ്റർ പോകും. അത് വാച്ച് ടവർ എന്ന് പറയുന്ന സ്ഥലം വരെ അപ്പ് ആൻഡ് ഡൗൺ 1500 രൂപയാണ് വാടക. അത് അവരെ കൊണ്ടുപോയി അവിടെ ഇറക്കി, അവിടെയുള്ള ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇറക്കി ഫോട്ടോയെല്ലാം എടുത്ത് തിരിച്ച് ഇവിടെ എത്തിക്കുന്നതിനാണ് 1500 രൂപ വാടക. അത് ഒരു ഏകദേശം നമ്മൾ വണ്ടിയിലെ ആളെ സാധാരണയുള്ള ആളെക്കാട്ടും കുറച്ച് കൂടുതൽ ആളെ എടുക്കുന്നുണ്ട്. സാധാരണ 5 പേരുടെ പെർമിറ്റ് ഉള്ളിടത്ത് നമ്മൾ 8 പേര് വരെ എടുക്കാറുണ്ട്. ഇവിടെ അനുവദനീയമല്ല, എന്നാലും ആളുകൾ ചില ആൾക്കാർക്ക് വരുമ്പം പൈസയുടെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. കാരണം വെച്ചാൽ 2 പേരൊക്കെ ആകുമ്പോൾ 1500 എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇതുണ്ട്. ചില ആൾക്കാർക്ക് പ്രശ്നമില്ല, അവർക്ക് ഫോറസ്റ്റ് കാണാൻ വേണ്ടി വരുന്നതാണ്, ഞങ്ങൾക്ക് പൈസ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവർ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. ഞങ്ങൾ പിന്നെ 2-3 പേരൊക്കെ കൂടിയിട്ട് ഷെയറൊക്കെ കൂടിയിട്ട് ചിലപ്പോൾ അങ്ങനെ കൂട്ടിയിട്ട് പോകാറുണ്ട് വണ്ടികളിൽ. ഞങ്ങൾ അതുപോലെ ഇവിടെ ജീപ്പ് സർവീസ് ഏറ്റവും കൂടുതലും മഴക്കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പോകാറുണ്ട്. 10-30-40 വണ്ടികൾ ഇവിടെ ഇങ്ങനെ ഓടുന്നുണ്ട്. ഓരോ വ്യക്തികളുടെ വണ്ടിയാണ്. ഫോറസ്റ്റിൻ്റെ വകുപ്പിൽ വണ്ടികളില്ല. അപ്പം ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ വണ്ടി ഫോറസ്റ്റിലോട്ട് ഓടുന്നത്. ഫോറസ്റ്റിലോട്ടായിട്ടും അല്ലാണ്ട് ഇതിൻ്റെ അകത്തുള്ള ഓടുന്ന വണ്ടികളാണ്. പിന്നെ കീഴ്പള്ളി,
കേളകം എന്ന ഭാഗത്തു നിന്നിട്ടൊക്കെ വണ്ടികൾ വരാറുണ്ട്. അവിടെ നിന്നെല്ലാം വരുന്നതിന് എക്സ്ട്രാ തന്നെ 500 രൂപ 600 രൂപ അടുത്തുള്ള ഓട്ടം വണ്ടിക്ക് തന്നെ ഓട്ടം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഈ പൈസക്ക് മേലോട്ട് കയറി പോകുന്നത്. പിന്നെ ട്രക്കിംഗ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ട്രക്കിംഗ് ആയിട്ടുള്ള നമ്മൾ അതിനെപ്പറ്റിയെല്ലാം ഫോറസ്റ്റുകാരാണ് കാര്യങ്ങൾ നടത്തുന്നത്. അവരുടെ അവർ എൻട്രി പാസ് എടുക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ട്രക്കിങ് 2 കിലോമീറ്ററാണ് സാധാരണ പോയിക്കുന്നത്. നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ 2 കിലോമീറ്ററാണ് ഇവിടുന്ന് പോകുന്നത്. ആ 2 കിലോമീറ്റർ വരെ അവിടെ സ്ഥലപ്പേര് എത്തുന്നിടത്ത് പൂക്കൊണ്ടെന്നാണ് സ്ഥലപ്പേര് 2 കിലോമീറ്റർ ട്രക്കിങ് കൊണ്ട് കാറിനാണെങ്കിലും 2 കിലോമീറ്റർ വരെ പോകാം. അത് കഴിഞ്ഞിട്ട് റഫ് റോഡായതുകൊണ്ട് അങ്ങോട്ടേക്ക് കാറിന് വിടുന്നില്ല. കാറിന് എന്തെല്ലോ കംപ്ലൈൻറ്റ് റോഡ് മോശമായതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകാത്തത്. പിന്നെ ഓപ്പൺ വണ്ടികളൊന്നും വിടാറില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നതുകൊണ്ട് ഓപ്പൺ വണ്ടികളൊന്നും അതിൻ്റെ തൊട്ടിപ്പം ഇപ്പോൾ അല്ല നേരത്തെ തൊട്ട് വിടാറില്ല. കണ്ണൂർ ജില്ലയിലെ ഇരട്ടിയിൽ നിന്നും രാവിലെ കണിച്ചാറിലേക്ക് ബസ് കിട്ടും. അവിടെ നിന്നും 60 രൂപ കൊടുത്താൽ നമുക്ക് ആറളം വന്യജീവി സങ്കേത കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരാം. ഉണ്ണിയപ്പോ നിങ്ങളൊക്കെ നമ്മളെ കൂട്ടിക്കോളാം. റിട്ടേൺ ആകാത്ത ഒരു 9 2 പൂരി വെച്ചു പല സ്ഥലത്തും കാണും. പോലെ ഗ്ലാസിന്റെ കൂടിനകത്ത്